പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ സോഷ്യൽ സയൻസ് SCRT പാഠപുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 6ാമത്തെ ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുറപ്പിച്ചു അല്ലേ? ഇരുമ്പിക സംസ്കാരങ്ങളിൽ ആദ്യത്തേത് ഗ്രീക്ക് സംസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചു. ഗ്രീക്ക് സംസ്കാരം എന്ന് പറയുന്നത് നഗരരാഷ്ട്രങ്ങൾ അഥവാ പോളിസുകളാണെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോളിസുകൾ ഉണ്ടായിരുന്നു, ഏഥൻസും സ്പാർട്ടയും. ഏഥൻസും സ്പാർട്ടയും സംയുക്തമായി പരാജയപ്പെടുത്തിയത് പേർഷ്യൻ സാമ്രാജ്യത്തെയാണ് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഗ്രീക്ക് സംസ്കാരത്തിന്റെ പ്രധാന ശത്രുക്കൾ ആരായിരുന്നു? പേർഷ്യൻ സംസ്കാരമായിരുന്നു. ആ പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചും ലോകത്തിന് ഏറ്റവും അധികം സംഭാവന നൽകിയ, ലോകത്തെ മടക്കി വാണ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ചുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുറപ്പിക്കുക. ആരംഭിച്ചാലോ? യെസ്, പേർഷ്യൻ സംസ്കാരമാണ് നമ്മളിവിടെ പഠിക്കുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ആദ്യത്തെ ഒരു വസ്തുതയുണ്ട്. പേർഷ്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഏത് ഭൂപ്രദേശമാണ്? ഇന്നത്തെ ഇറാൻ എന്ന് പറയുന്ന ഭൂപ്രദേശമാണ്. ഇറാൻ പീഠഭൂമിയിൽ വളർച്ച പ്രാപിച്ച സാമ്രാജ്യമാണ് പേർഷ്യൻ സാമ്രാജ്യം അഥവാ പേർഷ്യൻ സംസ്കാരം. നോക്കാം, പേർഷ്യൻ സാമ്രാജ്യം. ഞാൻ പറഞ്ഞു, ഈ 2ാമത്തെ ചാപ്റ്ററിൽ ഓരോ കുട്ടികളും അവരുടെ രാജ്യത്തെക്കുറിച്ച് നൽകുന്ന വിവരങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കൂട്ടുകാരെ, ഞങ്ങളുടെ രാജ്യമായ ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. അതായത് പേർഷ്യൻ സംസ്കാരം പേർഷ്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഏത് രാജ്യമാണ്? ഇറാനാണ്. മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഏത് രാജ്യമാണ്? ഇറാഖാണ് എന്ന് പറയുന്നത് പോലെ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന നിലവിലെ രാജ്യം ഇറാനാണ്. അക്കാലത്ത് നിലനിന്ന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നതിനാൽ വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. വ്യത്യസ്തമായ സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു പേർഷ്യൻ സംസ്കാരം. ഓക്കെ, പെർസെപോളിസ് ആയിരുന്നു സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. അപ്പൊ പെർസെപോളിസ് ആയിരുന്നു എന്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്? പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. ഞാൻ പറഞ്ഞു, പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു. പക്ഷേ അവയൊക്കെ പല പ്രദേശത്തും വ്യത്യസ്തവുമായിരുന്നു. വൈവിധ്യമാർന്ന സംസ്കാരവും വൈവിധ്യമാർന്ന ഭാഷയും വൈവിധ്യമാർന്ന പാരമ്പര്യവും ഒത്തുചേർന്നതാണ് പേർഷ്യൻ സാമ്രാജ്യം. നമ്മൾ ഗ്രീക്ക് സംസ്കാരം പഠിച്ചപ്പോൾ അവിടെ ഭൂപ്രകൃതി തന്നെ നഗരരാഷ്ട്രങ്ങൾ വേർതിരിച്ചു എന്ന് പറഞ്ഞു. ഓരോ നഗരരാഷ്ട്രങ്ങളും വ്യത്യസ്തമാണ്. പക്ഷെ ആ നഗരരാഷ്ട്രങ്ങളെല്ലാം എന്തിന്റെ ഭാഗമാണ്? ഗ്രീക്ക് എന്ന സാമ്രാജ്യത്തിന്റെ ഭാഗം. ഇവിടെ പേർഷ്യൻ സാമ്രാജ്യത്തിൽ അതുപോലെ തന്നെ ഓരോ ഭൂപ്രദേശവും പ്രത്യേക സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഉള്ളവരാണ്. ഇന്നത്തെ ഇറാൻ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തെ എല്ലാ സംസ്കാരത്തെയും ചേർത്താണ് നമ്മൾ പേർഷ്യൻ സാമ്രാജ്യം എന്ന് വിളിക്കുക. അതില് ഏറ്റവും പ്രബല സാമ്രാജ്യം ഏതെന്ന് ചോദിച്ചാൽ, പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രബല പ്രബല വംശം ഏത് എന്ന് ചോദിച്ചാൽ ആരെ പേര് പറയണം? അഖെമേനിയൻ വംശം എന്ന് പറയുന്നു. അഖെമേനിയൻ 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 വംശം അഥവാ അഖെമേനിയൻ സാമ്രാജ്യം. ഈ അഖെമേനിയൻ സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു സൈറസ് എന്ന് പറയുക. അഖെമേനിയൻ സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയാണ് സൈറസ് എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ പേർഷ്യൻ സാമ്രാജ്യം വിസ്തൃതമാക്കിയത് ഡാരിയസ് ഒന്നാമനായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യം വിസ്തൃതമാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ഡാരിയസ് ഒന്നാമനാണ്. ഡാരിയസ്, അത് PSC സ്ഥിരം ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോ പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരി അഖെമേനിയൻ വംശത്തിലെ സൈറസ് ആണ്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഡാരിയസ് ഒന്നാമനുമാണ്. ഓക്കെ, ഇനി പേർഷ്യൻ സാമ്രാജ്യത്തിന് പ്രത്യേക സംസ്കാരമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടുത്തെ പ്രധാന മതമെന്ന് പറയുന്നത് സ്വരാഷ്ട്ര മതമാണ്. ഈ സ്വരാഷ്ട്ര മതം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ സ്വരാഷ്ട്ര മതം ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലുണ്ടെന്നേ. ഇന്ത്യയിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ 6 ഉണ്ട്. അതിലൊന്നാണ് സ്വരാഷ്ട്ര മതം. ഔദ്യോഗികമായ സ്വരാഷ്ട്ര മതം എന്നാണ് നമ്മൾ പറയേണ്ടത്. അനൗദ്യോഗികമായി നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കാറുണ്ട്? പാഴ്സി മതം എന്ന് വിളിക്കാറുണ്ട്. പാഴ്സി, ശരിയല്ലേ?
അപ്പൊ പേർഷ്യൻ സംസ്കാരത്തിലെ പ്രധാന മതം സ്വരാഷ്ട്ര മതം അഥവാ പാഴ്സി മതമായിരുന്നു. അത് മനസ്സിലുണ്ടാകട്ടെ. ഓക്കെ. ഓക്കെ. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അഡീഷണൽ ഒരു 3 പോയിന്റ്. അപ്പോ ഒരുപാട് വംശങ്ങൾ ചേർന്നതാണ് പേർഷ്യൻ സാമ്രാജ്യം. അതിൽ പ്രബല വംശം എന്ന് പറയുന്നത് അക്കെമേനിയൻ വംശമാണ്. അക്കെമേനിയൻ വംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി സൈറസ് ആണ്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് ആരാണ്? ഡാരിയസ് ഒന്നാമനുമാണ്. പേർഷ്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഏത് രാജ്യമാണ്? ഇറാനാണ്. ആ പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രധാന മതം ഏതാണ്? സ്വരാഷ്ട്ര മതം അഥവാ പാഴ്സി മതമാണ്. ഇത്രയും ക്ലിയർ ആണ്. ഗുഡ്. പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികളായിരുന്നു സൈറസും ഡാരിയസ് ഒന്നാമനും കൂടാതെ സെർക്കിസും. ഓക്കെ. സൈറസ്, ഡാരിയസ് ഒന്നാമൻ, പിന്നെ സെർക്കിസ്. ഭരണസൗകര്യത്തിനായി വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സരൂപി പ്രവിശ്യകളായി അഥവാ പ്രവിശ്യകളായി വേർതിരിച്ചിരുന്നു. മറക്കൂലല്ലോ. അപ്പൊ ഭരണസൗകര്യത്തിന് വേണ്ടിയിട്ട് പേർഷ്യൻ സാമ്രാജ്യത്തില് ഈ വിശാലമായ സാമ്രാജ്യത്തെ ചില പ്രവിശ്യകളായി വേർതിരിച്ചിരുന്നു. ഈ പ്രവിശ്യകള് എന്ത് പേരിൽ അറിയപ്പെട്ടു? സരൂപി അല്ലെങ്കിൽ സത്രപി എന്നറിയപ്പെട്ടു. സരൂപി അല്ലെങ്കിൽ സത്രപി. ഇവിടെ ACRT പുസ്തകത്തിൽ സത്രപി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുക. ഇവിടുത്തെ പ്രാദേശിക ഭരണാധികാരിയെ അതായത് ഗവർണർ എന്ന പദവി, അത് സ്വതന്ത്ര അധികാരമുള്ള വ്യക്തിയാണ് നമ്മൾ ഗവർണർ എന്ന് വിളിക്കുക. ഈ സത്രപി അഥവാ പ്രവിശ്യയുടെ ഭരണാധികാരിയെ സത്രപ് എന്നറിയപ്പെട്ടിരുന്ന ഗവർണർമാരുടെ കീഴിലായിരുന്നു. അപ്പോ സത്രപിയുടെ അല്ലെങ്കിൽ പ്രവിശ്യയുടെ ഭരണം ആർക്കായിരുന്നു? സത്രപ എന്നറിയപ്പെട്ടിരുന്ന ഗവർണർമാർക്കായിരുന്നു. സത്രപ എന്നറിയപ്പെട്ട ഗവർണർമാർക്കായിരുന്നു. ഈ സത്രപമാർ രാജാവിന്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രപികൾ നടപ്പിലാക്കി. അപ്പൊ രാജാവിന്റെ നിർദ്ദേശാനുസരണം പ്രാദേശിക ഭരണം നിർവഹിച്ചിരുന്ന ജനവിഭാഗമാണ് അല്ലെങ്കിൽ ഭരണവർഗമാണ് സത്രപ് എന്നറിയപ്പെടുക. സത്രപിന്റെ കീഴിലുള്ള ഭരണപ്രദേശത്തെ അല്ലെങ്കിൽ പ്രവിശ്യകളെ നമ്മൾ എന്തെന്ന് വിളിച്ചു? സത്രപി അല്ലെങ്കിൽ സരൂപി എന്ന് വിളിച്ചു. ഈ ഒരു സത്രപി അല്ലെങ്കിൽ സരൂപി എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിൽക്കാലത്ത് ഷേർഷാ സൂര്യ തുടക്കം കുറിക്കുക. കേട്ടോ, നമ്മൾ പിന്നീട് പഠിക്കും. എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മയുണ്ടാകട്ടെ. അപ്പൊ പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികൾ ആരൊക്കെ? സൈറസ്, ദാരിയസ് ഒന്നാമൻ, പിന്നെ സെർക്സ്. പേർഷ്യൻ ഭരണ സംവിധാനം ഭരണസൂര്യന്റെ വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സരൂപി അല്ലെങ്കിൽ സത്രപി അഥവാ പ്രവിശ്യകളായി വേർതിരിച്ചിരുന്നു. ഓരോ പ്രവിശ്യകളുടെ ഭരണാധികാരിയുടെ സ്ഥാനപ്പേര് സത്രപ് എന്ന ഗവർണർമാരായിരുന്നു. സത്രപ് എന്തനുസരിച്ചാണ് ഭരണം നടത്തുക? രാജാവിന്റെ നിർദ്ദേശാനുസരണം ഭരണം നടത്തുകയും ആ പ്രദേശത്ത് നികുതി പിരിച്ച് രാജാവിന് നൽകുകയും ചെയ്തിരുന്നു. സെറ്റാണേ. സരതുഷ്ട ദർശനം. സരതുഷ്ട ദർശനം പേർഷ്യയിലാണ് സരതുഷ്ട ദർശനം രൂപം കൊള്ളുക. ഒരു തത്വചിന്താധാര എന്ന് നമുക്ക് പറയാം. കേട്ടോ. അപ്പോ സരതുഷ്ട ദർശനം രൂപം കൊണ്ടത് പേർഷ്യൻ സംസ്കാരത്തിലാണ്. ഈ സരതുഷ്ട ദർശനത്തിന്റെ അല്ലെങ്കിൽ ചിന്താധാരയുടെ ഉപജ്ഞാതാവ് ആ വ്യക്തി ആ ഒരു പേര് തന്നെ സെയിം അല്ലെ? സരതുഷ്ടയാണ്. നമ്മൾ ഇന്ത്യയിലെ വേദസംസ്കാരം പഠിക്കുമ്പോൾ നമ്മൾ അവിടെ പഠിക്കും ബുദ്ധമതം, ജൈനമതം. നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ ചൈനീസ് സംസ്കാരം പഠിച്ചപ്പോൾ കൺഫ്യൂഷ്യനിസവും താവോയിസവും പഠിച്ചില്ലേ? താവോയിസത്തിന്റെ ഉപജ്ഞാതാവ് ലാവോത്സെ, കൺഫ്യൂഷ്യനിസം എന്ന ചിന്താധാരയുടെ ഉപജ്ഞാതാവ് കൺഫ്യൂഷ്യസ് എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു ചിന്താധാരയാണ് പേർഷ്യൻ സംസ്കാരത്തിലെ ചിന്താധാരയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? സരതുഷ്ട ദർശനം എന്ന പേരിൽ അറിയപ്പെടുക. സരതുഷ്ട ദർശനം. സരതുഷ്ട ദർശനത്തിന്റെ ഉപജ്ഞാതാവ് സ്ഥാപകൻ എന്ന് പറയുന്നത് സരതുഷ്ടയാണ്. അഹുരമസ്ദ എന്ന് വിളിക്കപ്പെട്ട ഏകദൈവത്തിലാണ് വിശ്വസിച്ചിരുന്നത്. ഇവരുടെ മതഗ്രന്ഥം എന്ന് പറയുന്നത് സെന്റ് അവസ്ഥ ആയിരുന്നു. സെന്റ് അവസ്ഥ. ഇതാണ് പിൽക്കാലത്ത് സ്വരാഷ്ട്രമതമായി രൂപം കൊള്ളുന്നത്. ഈ സ്വരാഷ്ട്ര മതം എന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്വരാഷ്ട്രമതം പ്രധാന മതം ഏതാണ്? സ്വരാഷ്ട്രമതമാണ്. പ്രധാന തത്വചിന്താധാര സ്വരാഷ്ട്രമതമാണ്. ഈ സ്വരാഷ്ട്രമതം എന്ന് നമ്മൾ ഇന്ന് വിശേഷിപ്പിക്കുന്ന മതത്തിന്റെ അല്ലെങ്കിൽ തത്വചിന്താധാരയുടെ ആദ്യ പേരായിരുന്നു സരതുഷ്ട ദർശനം. ഇന്ന് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? സ്വരാഷ്ട്ര മതം അഥവാ പാഴ്സി മതം എന്ന് വിളിക്കും. അത് ആദ്യകാലത്ത് അറിയപ്പെട്ട പേരാണെന്ത്? സരതുഷ്ട ദർശനം. സരതുഷ്ട ദർശനത്തിന്റെ ഉപജ്ഞാതാവ് സരതുഷ്ട.
അഹുര മസ്ദ എന്ന് വിളിക്കപ്പെട്ട ഏകദൈവത്തിലാണ് വിശ്വസിച്ചിരുന്നത്. ഇവരുടെ മതഗ്രന്ഥം എന്ന് പറയുന്നത് സെന്റ് അവസ്ഥയെ. നമ്മൾ പറയാറുണ്ട് പാഴ്സി മതക്കാരുടെ അല്ലെങ്കിൽ സ്വരാഷ്ട്രമത വിശ്വാസികളുടെ മതഗ്രന്ഥം ഏത്? സെന്റ് അവസ്ഥയെ. ക്ലിയർ ആണേ? നമ്മൾ പുതുതായിട്ടൊന്നും പഠിച്ചില്ല. ഞാൻ പറഞ്ഞു സ്വരാഷ്ട്രമതമാണ് പ്രധാന മതമെന്ന് പറഞ്ഞു. ആ സ്വരാഷ്ട്രമതത്തെ ആദ്യകാലത്ത് വിളിച്ചിരുന്ന പേരാണ് സരതുഷ്ട്ര ദർശനം. സ്ഥാപകൻ സരതുഷ്ട്ര ആയതുകൊണ്ട് പിൽക്കാലത്ത് പറഞ്ഞു അതെന്തായിട്ട് മാറി? സ്വരാഷ്ട്രമതമായിട്ട് മാറി. അൺഒഫീഷ്യലി നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? പാഴ്സി മതം എന്ന് വിളിക്കും. മതഗ്രന്ഥം എന്താണ്? സെന്റ് അവസ്ഥയുമാണ്. മറക്കില്ലല്ലോ? ഇല്ല, നമ്മൾ കിട്ടല്ലോ. അടുത്ത നമ്മൾ പറയുന്നു റോമൻ സാമ്രാജ്യത്തെ കുറിച്ച്. പഠിച്ചാലോ? റോമൻ സാമ്രാജ്യം. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ഈ ചാപ്റ്ററിൽ ഓരോ കുട്ടികളും ഓരോ രാജ്യത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് അല്ലേ? നോക്കാം റോമൻ സാമ്രാജ്യം. ഈ ആദ്യത്തെ സ്ലൈഡ് കാണുമ്പോൾ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. ചില ഡൗട്ട് ഉണ്ടായേക്കാം. അതുകൊണ്ട് ഈ ഒരു കുട്ടി പറയുന്നത് പോലെ തന്നെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്നിട്ട് ഞാൻ അതിന്റെ വിശദീകരണം തരാം. ഓക്കെ. ഹായ് കൂട്ടുകാരെ, എന്റെ പേര് എലീന. എന്റെ നാടായ ഇറ്റലി റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായിട്ടാണ് റോമാ സാമ്രാജ്യം കണക്കാക്കുക. അത് PSC ചോദിക്കും. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായി കണക്കാക്കുന്ന നാഗരികത ഏത്? റോമൻ സാമ്രാജ്യം. എല്ലാ പാതകളും റോമിലേക്ക് എന്ന പ്രയോഗം തന്നെ ഈ സാമ്രാജ്യത്തിന് പ്രാധാന്യം സൂചിപ്പിക്കുന്നു. കാരണം ഏഷ്യ വൻകരയിലും യൂറോപ്പ് വൻകരയിലും ആധികാരിക ഭരണം നടത്തിയ സാമ്രാജ്യം ഒരേ ഒരു സാമ്രാജ്യം റോമൻ സാമ്രാജ്യമാണ് കേട്ടോ. ആദ്യകാലത്ത് റോമിൽ രാജഭരണമാണ് നിലനിന്നിരുന്നത്. എന്നാൽ കാലക്രമത്തിൽ പ്രജാതൽപരർ അല്ലാത്ത ഭരണാധികാരികൾക്കെതിരെ കലാപം ആരംഭിക്കുകയും അങ്ങനെ BCE 6-ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് BCE 6-ാം നൂറ്റാണ്ടില് റിപ്പബ്ലിക് എന്ന പുതിയൊരു ഭരണ സംവിധാനം റോമിൽ നിലവിൽ വന്നു. റിപ്പബ്ലിക് ഭരണ സംവിധാനം, അതായത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തുന്ന രീതി. പക്ഷെ പിൽക്കാലത്ത് വീണ്ടും എന്ത് ചെയ്തു? രാജഭരണം ഉദയം ചെയ്യുകയും ചെയ്തു. അപ്പോൾ റിപ്പബ്ലിക് എന്ന ഭരണ സംവിധാനം യൂറോപ്പിൽ ഉദയം ചെയ്തതെന്നാണ്? BC 6-ാം നൂറ്റാണ്ടിലാണ്. ബിഫോർ കോമൺ എറ 6-ാം നൂറ്റാണ്ടിൽ, അതായത് 600 കാലഘട്ടത്തിൽ. പുരാതന റോമിന്റെ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു റിപ്പബ്ലിക്കിന്റെ ഉദയം. പലപ്പോഴും റിപ്പബ്ലിക് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രഞ്ച് സാമ്രാജ്യത്തിലേക്ക് പോകും, ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് പോകും. ഇന്ത്യൻ ഭരണഘടന പഠിക്കുമ്പോഴും റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഫ്രാൻസിൽ നിന്നാണ്, ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണെന്ന് പറയാറുണ്ട്. അത് വാസ്തവമാണ്, തെറ്റല്ല. പക്ഷേ റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യയിൽ റിപ്പബ്ലിക് എന്ന വാക്കിനെ നിർവചിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ ഭരണാധികാരിയാകുന്ന സംവിധാനമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. എന്നാൽ അന്തർദേശീയ തലത്തിൽ റിപ്പബ്ലിക് എന്ന വാക്കിന് ഒരു അർത്ഥമുണ്ട്. എന്താണ്? ഒരു പരമാധികാര രാജ്യത്തിന് സ്വന്തമായി നിയമാവലി ഉണ്ടെങ്കിൽ, ഒരു പരമാധികാര രാജ്യത്തിന് സ്വന്തമായി നിയമാവലി ഉണ്ടെങ്കിൽ ആ രാജ്യത്തെയാണ് നമ്മൾ റിപ്പബ്ലിക്കായി കണക്കാക്കുന്നത്. ഒരു പരമാധികാര രാജ്യത്തിന് സ്വന്തമായി നിയമാവലി ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? റിപ്പബ്ലിക് എന്ന് വിളിക്കാം. ഇന്ത്യ എന്നാണ് റിപ്പബ്ലിക് ആയത്? ഈ സെന്റൻസുമായി കൂട്ടി ഒന്ന് വായിച്ചു നോക്കി. ഇന്ത്യ എന്നാണ് റിപ്പബ്ലിക് ആയത്? 1950 ജനുവരി 26. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ. ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് അന്നേ ദിവസം. ഇന്ത്യയിൽ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951-52 ഇന്ത്യയിലെ പാർലമെന്ററി സംവിധാനം 52 തുടക്കം കുറിക്കുക. ആദ്യ ലോക്സഭയും ആദ്യ രാജ്യസഭയും രൂപീകരിക്കുന്നത് 1952 ശരിയല്ലേ? ശരിയല്ലേ? അപ്പോ നമ്മൾ ഇന്ത്യയിലെ റിപ്പബ്ലിക്കിന്റെ നിർവചനം ഇന്ത്യൻ ഭരണഘടനയിൽ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ ഭരണം നിർവഹിക്കുന്ന അവസ്ഥയാണ് റിപ്പബ്ലിക് എന്ന് പറയുമെങ്കിലും അന്തർദേശീയ തലത്തിൽ ഒരു പൊതുവായ രീതിയുണ്ട്. ഒരു രാജ്യത്ത് റിപ്പബ്ലിക്കെ കണക്കാക്കണമെങ്കിൽ അത് പരമാധികാര രാജ്യമായിരിക്കുന്ന സ്വന്തമായി നിയമാവലി ഉണ്ടായിരിക്കും. ഇതാണ് വസ്തുത. ഓക്കെ. ഇനി ഞാൻ ഈ ഒരു സെന്റൻസിന്റെ പ്രത്യേകത കൂടെ പറഞ്ഞുതരാം.
പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമാണ് റോമൻ സാമ്രാജ്യം എന്ന് കണക്കാക്കുന്നുണ്ടല്ലോ. റോമൻ സാമ്രാജ്യം BC 6-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം AD 8-ാം നൂറ്റാണ്ടിൽ അതിശക്തമായിരുന്നു. 12-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ടിനിടയ്ക്ക് അത് ശിഥിലമായി തുടങ്ങി. എന്തായാലും 12, 14 നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 20 നൂറ്റാണ്ടുകളോളം ഉണ്ടായിരുന്നു കണക്കാണ്. ഇക്കാലഘട്ടം അത്രയും റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്നു. റോമൻ സാമ്രാജ്യം ഏഷ്യയിലും യൂറോപ്പിലും ഭരണം നടത്തിയിരുന്നു എന്ന് പറഞ്ഞല്ലോ. റോമൻ സാമ്രാജ്യത്തിലെ യൂറോപ്പിലെ യൂറോപ്പ് വൻകരയുടെ ആസ്ഥാനം ഇറ്റലിയായിരുന്നു. യൂറോപ്പിലെ ആസ്ഥാനം ഇറ്റലിയും ഏഷ്യ വൻകരയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ഡമാസ്കസ് ആയിരുന്നു. സിറിയ. സിറിയയിലെ ഡമാസ്കസ് ആയിരുന്നു. സിറിയയിലെ ഡമാസ്കസ് കേട്ടോ. അപ്പോൾ സിറിയയിലെ ഡമാസ്കസ് ഏഷ്യ വൻകരയിലെ ആസ്ഥാനവും കൂടാതെ യൂറോപ്പിലെ ആസ്ഥാനം ഇറ്റലിയുമായിരുന്നു. ഈ റോമൻ സാമ്രാജ്യം നിലനിന്ന കാലഘട്ടത്ത് എന്തില്ല? നമ്മുടെ ഇന്നത്തെ വടക്കേ അമേരിക്കയെ കുറിച്ചോ തെക്കേ അമേരിക്കയെ കുറിച്ചോ ആർക്കും ഒന്നും അറിയില്ല. അതുകൊണ്ട് ലോകത്തിന്റെ കിഴക്കേ അറ്റം ഏഷ്യ വൻകരയെ കണക്കാക്കി. ലോകത്തിന്റെ പടിഞ്ഞാറേ ഭാഗം യൂറോപ്പ് ആയും കണക്കാക്കി. അതിന്റെ അപ്പുറത്ത് നിലവിൽ പടിഞ്ഞാറ് ഭാഗത്ത് തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും ഉണ്ട്. പക്ഷേ 15-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളും വടക്കേ അമേരിക്കൻ രാജ്യങ്ങളും കണ്ടെത്താനായിട്ട് കഴിയുക. 15-ാം നൂറ്റാണ്ടിന് ശേഷം. നമുക്കറിയാം ലോകത്ത് ആദ്യമായി സമുദ്ര പരിവേഷണം ആരംഭിച്ചത് സ്പെയിനും പോർച്ചുഗലുമാണ്. അവരുടെ നേതൃത്വത്തിൽ മഗലനും നമ്മുടെ ആരാണ് നമ്മുടെ പെട്രോ അൽവാരിസ് കബ്രാളും ഇവരൊക്കെ യാത്ര ചെയ്തതിന്റെ ഫലമായിട്ടാണ് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളും വടക്കേ അമേരിക്കൻ രാജ്യങ്ങളും ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞത്. അതുവരെ ആർക്കും അറിയില്ല അങ്ങനെ ഒരു വൻകരയുള്ള കാര്യം. അതുകൊണ്ട് ലോകത്ത് കിഴക്കേയറ്റം ഏഷ്യയും പടിഞ്ഞാറ് ഭാഗം യൂറോപ്പും എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് പലപ്പോഴും വെസ്റ്റേൺ കൺട്രീസ് എന്ന് നമ്മൾ പറയുന്നത് എന്തിനെയാണ്? യൂറോപ്പിനെയാണ്. വെസ്റ്റേൺ കൾച്ചർ എന്ന് കണക്കാക്കുന്ന ഏത് രാജ്യത്തിന്റെ സംസ്കാരത്തെയാണ്? യൂറോപ്യൻ രാജ്യങ്ങളുടെ സംസ്കാരത്തെയാണ്. ശരിയല്ലേ? കിഴക്കൻ രാജ്യങ്ങളെ കണക്കാക്കുന്നത് ഏഷ്യ വൻകരയും പടിഞ്ഞാറൻ രാജ്യങ്ങളെ കണക്കാക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ കണക്കാക്കുന്നത് യൂറോപ്പിനെയുമാണ്. അതുകൊണ്ടാണ് പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലം അല്ലെങ്കിൽ കളിത്തൊട്ടിലാണ് റോമൻ സാമ്രാജ്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുക. ലോകത്തെ റോമൻ സാമ്രാജ്യത്തിൽ കീഴ്പ്പെടുന്ന പ്രധാന സംഭവം എന്താണ്? റിപ്പബ്ലിക്കാണ്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പരമാധികാരി രാജ്യത്തിന് സ്വന്തമായി നിയമാവലി ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന് വിളിക്കുന്ന പേരാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പറയാനുണ്ട്. ദയവായി മനസ്സിലുണ്ടാവട്ടെ. സെറ്റ് അല്ലേ? ഗുഡ്. നോക്കാം. റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൽ രാജാവിന് പകരം കോൺസൽ എന്നറിയപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരുന്നു ഭരണ ചുമതല. BC 1-ാം നൂറ്റാണ്ടിൽ റോമൻ റിപ്പബ്ലിക്കിന്റെ കോൺസൽ പദവി വഹിച്ചിരുന്ന ആളാണ് ജൂലിയസ് സീസർ. ഈ ജൂലിയസ് സീസറാണ് റിപ്പബ്ലിക്കൻ ഭരണരീതി അവസാനിപ്പിച്ചുകൊണ്ട് ഏകാധിപതിയായി ഭരണം കൈയടക്കുന്നത്. ഓക്കെ, അപ്പോ റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൽ രാജാവിന് പകരം കോൺസൽ എന്നറിയപ്പെട്ടിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരുന്നു ഭരണ ചുമതല. BC 1-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തില് റിപ്പബ്ലിക്കിന്റെ കോൺസൽ പദവി വഹിച്ചിരുന്ന ജൂലിയസ് സീസർ റിപ്പബ്ലിക്കിന്റെ ഭരണരീതി അവസാനിപ്പിച്ചുകൊണ്ട് ഏകാധിപതിയായി അധികാരം കൈയടക്കി. അപ്പോൾ BC 6-ാം നൂറ്റാണ്ട് വരെ രാജഭരണമായിരുന്നു. BC 6-ാം നൂറ്റാണ്ടിന് ശേഷം റിപ്പബ്ലിക്കിന്റെ ഭരണരീതി കൊണ്ടുവന്നു. ആ റിപ്പബ്ലിക്കൻ ഭരണരീതി BC 1-ാം നൂറ്റാണ്ടിൽ അവസാനിപ്പിച്ചതാരാണ്? ജൂലിയസ് സീസറാണ്. അഗസ്റ്റസിന്റെ കാലത്താണ് റോമൻ റിപ്പബ്ലിക്കിന് പൂർണ്ണമായും റോമൻ സാമ്രാജ്യമായി മാറുന്നത്. അഗസ്റ്റസിന്റെ കാലഘട്ടത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും റോമൻ സാമ്രാജ്യം, അതായത് രാജഭരണമായിട്ട് മാറുക. സാമ്രാജ്യം എന്ന പേര് സ്വീകരിച്ചപ്പോൾ ഭരണാധികാരി ചക്രവർത്തി എന്ന പരമോന്നത പദവിയാക്കി മാറ്റി. അപ്പോൾ അഗസ്റ്റസ് സീസറിന്റെ ഭരണകാലഘട്ടത്ത് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും റോമൻ സാമ്രാജ്യമായി മാറി. തുടർന്ന് പരമാധികാരി അല്ലെങ്കിൽ ഭരണാധികാരിയുടെ സ്ഥാനപ്പേര് എന്താക്കി മാറ്റി? ചക്രവർത്തി എന്നാക്കി മാറ്റി. ക്ലിയർ ആണ്? അഗസ്റ്റസിന്റെ ഭരണകാലത്ത് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും റോമൻ സാമ്രാജ്യത്തിൻ്റെതായി മാറി. ഇതോടെ ചക്രവർത്തി പരമോന്നത ഭരണാധികാരിയായി മാറുകയും ചെയ്തു. ഇനി റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷത നമുക്കൊന്ന് പരിശോധിക്കാം. PS സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും, മറക്കരുത്. യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക,
പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. റോമൻ ചക്രവർത്തിമാർ പ്രിൻസപ്പ്, അതായത് പ്രഥമ പൗരൻ എന്നാണ് അറിയപ്പെടുക. പ്രിൻസപ്പ്, അതായത് പ്രഥമ പൗരൻ എന്നാണ് അറിയപ്പെടുക. നിങ്ങൾ ലോക ചരിത്രം ഒന്നാം ലോക മഹായുദ്ധമൊക്കെ പഠിക്കുമ്പോൾ അവിടെ പ്രിൻസെപ്പൽ എന്ന വാക്ക് ചിലപ്പോൾ കാണാറുണ്ടാവും. അത് നമ്മുടെ ബ്ലാക്ക് ഹാൻഡിൽ അംഗമായിരുന്നു. അത് പ്രിൻസെപ്പൽ, ഇത് പ്രിൻസെപ്പ്. സാമ്യമുള്ള വാക്കായതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ റോമൻ ചക്രവർത്തിമാർ പ്രിൻസെപ്പ് അഥവാ പ്രഥമ പൗരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രിൻസെപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടു. പ്രിൻസിപ്പേറ്റ്. അപ്പോൾ പ്രിൻസെപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനം, അതായത് എക്സിക്യൂട്ടീവ് ബോഡി, അതായത് മന്ത്രിസഭ പോലെ എക്സിക്യൂട്ടീവ് ബോഡി, എക്സിക്യൂട്ടീവ് എന്ന പേരിൽ അറിയപ്പെട്ടു. പ്രിൻസിപ്പേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടു. അഗസ്റ്റസ് ആയിരുന്നു പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചത്. അഗസ്റ്റസ് അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് എന്ന ഭരണ സംവിധാനത്തിന് തുടക്കം കുറിക്കുക. ഇന്നത്തെ മന്ത്രിസഭ പോലെ വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ സൈന്യമുണ്ടായിരുന്ന സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. ആ സൈന്യത്തെ ഉപയോഗിച്ച് തന്നെയാണ് ലോകത്തെ അടക്കി വാണിരുന്നത്. ഓക്കെ, അപ്പോ റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ? യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യം. റോമൻ ചക്രവർത്തിമാർ പ്രിൻസപ്പ് അഥവാ പ്രഥമ പൗരൻ എന്നറിയപ്പെട്ടു. ചക്രവർത്തിമാരുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം എക്സിക്യൂട്ടീവ് ബോഡി, അതായത് മന്ത്രിസഭ പോലുള്ള സംവിധാനം എന്ന പേരിൽ അറിയപ്പെട്ടു. പ്രിൻസിപ്പേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടു. അഗസ്റ്റസ് ആയിരുന്നു പ്രിൻസിപ്പേറ്റ് എന്ന ഭരണ സംവിധാനം AD 1-ാം നൂറ്റാണ്ടിൽ തുടക്കം കുറിക്കുക. 1-ാം നൂറ്റാണ്ടിന് ശേഷം. ഓക്കെ, അഗസ്റ്റസ് സീസർ, അയാളെ നമ്മൾ ചുരുക്കി അഗസ്റ്റസ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ അഗസ്റ്റസ് സീസറിനെയാണ് നമ്മൾ റോമിന്റെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുക. കാരണം ഈ റോമൻ സാമ്രാജ്യത്തിന് കൃത്യമായ ഒരു ഭരണ സംവിധാനം ആരംഭിച്ചത് അഗസ്റ്റസ് സീസറാണ്. അതുകൊണ്ട് അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടത്തെ റോമിന്റെ സുവർണ കാലഘട്ടം എന്ന് വിളിക്കുന്നു. അപ്പോൾ റോമിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് എന്താണ്? റോമിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്, സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ആരുടെ കാലഘട്ടമാണ്? അഗസ്റ്റസിന്റെ കാലഘട്ടമാണ്. അഗസ്റ്റസിന്റെ കാലഘട്ടമാണ്, അഥവാ അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടം. ക്ലിയർ? അപ്പോൾ റോമൻ സാമ്രാജ്യം നിങ്ങൾക്ക് മനസ്സിലുണ്ടെന്ന് കരുതുന്നു. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? റോമൻ സാമ്രാജ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ. റോമൻ സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലാണ്. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായി കണക്കാക്കുന്ന റോമൻ സാമ്രാജ്യം തന്നെ BC 6-ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിപ്പിച്ചുകൊണ്ട് റിപ്പബ്ലിക് എന്ന ഭരണ സംവിധാനം തുടക്കം കുറിച്ചു. ഈ റിപ്പബ്ലിക് എന്ന ഭരണ സംവിധാനം പിൽക്കാലത്ത് എന്താക്കി മാറ്റി? രാജഭരണത്തിന് തുടക്കം കുറിക്കുന്നത് ജൂലിയസ് സീസർ ആയിരുന്നു. ജൂലിയസ് സീസറിന്റെ പിൻഗാമിയായ അഗസ്റ്റസ് സീസർ പൂർണ്ണമായും റിപ്പബ്ലിക് ഭരണം അവസാനിപ്പിക്കുകയും സാമ്രാജ്യമായി മാറ്റുകയും ചെയ്തു. തുടർന്ന് സ്ഥാനപ്പേര് ചക്രവർത്തി എന്ന് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ചക്രവർത്തി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ റോമൻ ഭരണാധികാരി അഗസ്റ്റസ് സീസറാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ: യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യം. റോമൻ ചക്രവർത്തിമാർ പ്രിൻസപ്പ് എന്ന പ്രഥമ പൗരൻ എന്നറിയപ്പെട്ടു. പ്രിൻസപ്പ് ഭരണത്തലവനായ റോമൻ ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്നറിയപ്പെട്ടു. പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം ആരംഭിച്ചത് അഗസ്റ്റസ് സീസറാണ്. വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ സൈന്യവും റോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. കൃത്യമായ ഭരണ സംവിധാനം ആരംഭിച്ചത് അഗസ്റ്റസ് സീസർ ആയതുകൊണ്ട് അഗസ്റ്റസ് സീസറിനെ റോമിന്റെ സുവർണ കാലഘട്ടം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക. ക്ലിയർ ആണേ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇനി നമ്മൾ PSC ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. ഏത് വംശത്തിൽപ്പെട്ടവരാണ് റോമൻ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത്? അത് PSCയുടെ ഒരു പ്രധാന ചോദ്യമാണ് കേട്ടോ. നമ്മൾ ആധുനിക ലോകം പഠിക്കുമ്പോഴും ലോകമഹായുദ്ധങ്ങൾ പഠിക്കുമ്പോഴും ഈ റോമൻ സാമ്രാജ്യത്തിന്റെ യൂറോപ്യൻ ആസ്ഥാനമായ ഇറ്റലി എന്ന രാജ്യത്തെക്കുറിച്ച് പഠിക്കും. ഇറ്റലി എന്ന രാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇറ്റലിയിൽ രൂപം കൊണ്ട ഫാസിസം എന്ന ആശയം നമ്മൾ പഠിക്കും. ഫാസിസം പഠിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു ഫാക്റ്റ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ടൈബർ നദീതീരത്ത് കുടിയേറിയ ടൈബർ നദിക്കരയിൽ കുടിയേറിയ ആര്യന്മാരായിരുന്നു എന്ത് സ്ഥാപിച്ചത്? റോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത്. ടൈബർ നദീതീരത്ത് കുടിയേറിയ ആര്യന്മാരാണ് എന്ത് സ്ഥാപിക്കുന്നത്? യെസ്, റോമൻ സാമ്രാജ്യം. ആര്യന്മാര്
ആർട്ടിക് പ്രദേശത്ത് നിന്ന് വരികയും പശ്ചിമേഷ്യയിൽ വെച്ച് പശ്ചിമ ഏഷ്യയിൽ വെച്ച് അത് ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് രണ്ടായി വേർതിരിഞ്ഞ് ഒരു വിഭാഗം യൂറോപ്പിലേക്ക് പോയെന്നും മറ്റൊരു വിഭാഗം ഇന്ത്യയിലേക്ക് വന്നു എന്നാണ് കണക്കാക്കുക. ഇന്ത്യയിലേക്ക് വന്നവര് എന്ത് സ്ഥാപിച്ചു? ആര്യന്മാര് വേദ സംസ്കാരം സ്ഥാപിച്ചു. അവരെവിടെയാ വാസമുറപ്പിച്ചത്? ഗംഗാ നദിക്കരയിൽ. ആര്യന്മാർ വാസമുറപ്പിച്ചത് ഗംഗാ നദിക്കരയിൽ. ആര്യന്മാർ ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ചേർന്നത് സിന്ധു നദിക്കരയിലാണെങ്കിലും ആര്യന്മാർ ഇന്ത്യയിൽ വാസമുറപ്പിച്ചത് ഗംഗാ നദിക്കരയിലാണ്. എന്നാൽ ഒരു വിഭാഗം യൂറോപ്പിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. അവര് ടൈബർ നദിക്കരയിൽ വാസമുറപ്പിക്കുകയും ആ ടൈബർ നദീതീരത്ത് വാസമുറപ്പിച്ച ആര്യന്മാരാണ് എന്ത് സാമ്രാജ്യം സ്ഥാപിച്ചു എന്ന് കണക്കാക്കുന്നത്? റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യത്തെ 7 കുന്നുകളുടെ നഗരം, സപ്തശൈല നഗരം എന്ന് വിളിക്കാറുണ്ട്. റോമൻ സാമ്രാജ്യത്തെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? സപ്തശൈല നഗരം എന്ന് വിളിക്കാറുണ്ട്. അത് മനസ്സിലുണ്ടാവട്ടെ. അപ്പോ സപ്തശൈല നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? 7 കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോമൻ സാമ്രാജ്യമാണ് കേട്ടോ. റോമിന്റെ സാംസ്കാരിക സംഭാവനകൾ, ഭാഷ, സാഹിത്യം, കല, നഗരാസൂത്രണം എന്നീ മേഖലകളിലെല്ലാം റോമിന്റെ സംഭാവനകൾ നിലനിൽക്കുന്നുണ്ട്. ജലവിതരണത്തിനായി നിർമ്മിക്കപ്പെട്ട കമാനാകൃതിയിലുള്ള കനാലുകളായ അക്വിഡക്റ്റുകളും വിശാലമായ തുറന്ന വേദിയുമായ കൊളോസിയവും റോമൻ സാമ്രാജ്യത്തിന്റെ സാംസ്കാരിക സംഭാവനകളാണ്. അപ്പൊ റോമൻ സാമ്രാജ്യത്തിന്റെ സാംസ്കാരിക സംഭാവനകൾ രണ്ടെണ്ണം. കമാനാകൃതിയിലുള്ള കനാലുകൾ, അക്വിഡക്റ്റുകൾ എന്ന പേരിൽ അറിയപ്പെടും. എന്ത് പേരിൽ അറിയപ്പെടും? അക്വിഡക്റ്റുകൾ എന്ന പേരിൽ അറിയപ്പെടും. അവയുടെ ചിത്രം ഞാൻ കാണിക്കാം. 2 വിശാലമായ തുറന്ന വേദിയായ കൊളോസിയം. ഈ കൊളോസിയം എന്ന് പറയുന്ന തുറന്ന വേദിയിൽ ഒരു വശത്ത് രാജാവ് ഉണ്ടാവും, ചുറ്റും ഒരു ഗ്രൗണ്ട് പോലെയാണ് കേട്ടോ. തുറന്ന വേദിയാണ്, ഒരു സൈഡിൽ രാജാവ് ഉണ്ടാവും, മറ്റു ഭൂപ്രദേശത്ത് ആരുണ്ടാവും? ജനങ്ങള് കാണികളായിട്ടുണ്ടാവും. മധ്യഭാഗത്ത് ഗ്രൗണ്ട് പോലുള്ള സംവിധാനമാണ് ഈ കൊളോസിയം എന്ന് പറയുന്നത്. ആ മധ്യഭാഗത്ത് ശിക്ഷാവിചാരണ നടത്തുന്നു, കുറ്റവാളികൾക്ക് ശിക്ഷ നടത്തുന്നതും ഒക്കെ ഈ കൊളോസിയത്തിൽ വെച്ചായിരുന്നു എന്നാണ് കണക്കാക്കുക. ഓക്കെ, അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു റോമൻ സാമ്രാജ്യത്തിൽ. അതേക്കുറിച്ചുകൂടെ ഞാൻ പറയാം. അപ്പോ റോമൻ സാമ്രാജ്യത്തിന്റെ പ്രധാന സംഭാവനയെ കണക്കാക്കുന്നത് അക്വിഡക്റ്റുകളും കൂടാതെ കൊളോസിയവുമാണ്. അക്വിഡക്റ്റ് എന്ന് പറയുന്നത് കമാനാകൃതിയിലുള്ള കനാലുകളാണ്. കൊളോസിയം എന്ന് പറയുന്നത് തുറന്ന വേദി. ഓക്കെ, ഒരു പരിപാടി അല്ലെങ്കിൽ സമ്മേളനമൊക്കെ നടക്കുന്ന ഒരു തുറന്ന വേദിയാണ്. ചിത്രം കാണിക്കട്ടെ, കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. നോക്കിയേ, അക്വിഡക്റ്റുകൾ കമാനാകൃതിയിലുള്ള കനാലാണ്. കനാല് ഇതിന്റെ മുകളിൽ കൂടെ വെള്ളം കൊണ്ടുപോകുന്നു. നമ്മുടെ നാട്ടിൽ ഇതേപോലുള്ള കമാനാകൃതിയിലുള്ള കനാലുകളില്ലേ? ഉണ്ട്, എന്റെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് ഈ രീതിയിലാണ് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചിരുന്നത്. ഇതാണ് ഈ കൊളോസിയം എന്ന് പറയുന്നത്. കൊളോസിയം ചുറ്റും ജനങ്ങളും രാജാവും ഒക്കെ ഉണ്ടാവും. മധ്യഭാഗത്ത് വിചാരണ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആഘോഷ പരിപാടികൾ നടത്തുന്നതിനോ മധ്യഭാഗത്ത് ഒരു സംവിധാനം ഉണ്ടാവും. ഇതാണ് കൊളോസിയം എന്ന പേരിൽ അറിയപ്പെടുക. ഫാഷൻ ഷോയിലൊക്കെ റാമ്പ് സെറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ ഏകദേശം ഉദാഹരണമായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ കൊളോസിയം. റോമൻ സാമ്രാജ്യത്തിലെ കൊളോസിയത്തിന് അതിന്റെ പ്രാധാന്യമുണ്ട്. രാജാവ് വിശേഷ ദിവസങ്ങളിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്, പ്രത്യേക പ്രഖ്യാപനങ്ങൾ നടക്കുന്നത്, ആഘോഷവേളകളിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഒക്കെ കൊളോസിയത്തിൽ വെച്ചാണ്. ഓക്കെ, ഇനി ഇവിടെ 1-2 കാര്യങ്ങളോട് ഞാൻ സൂചിപ്പിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു സപ്തശൈല നഗരം എന്നറിയപ്പെടുന്നത് റോമാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? സപ്തശൈല നഗരം എന്നറിയപ്പെടുന്നത് റോമൻ സാമ്രാജ്യമാണെന്ന് ഞാൻ പറഞ്ഞു. സപ്തശൈല നഗരം എന്നറിയപ്പെടുന്നത് റോമൻ സാമ്രാജ്യമാണ്. ഇനി ഈ റോമൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകർ ആര്യന്മാരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. റോമൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകർ ആര്യന്മാരാണ്. ആര്യന്മാരില് 2 പേരെ റോമൻ വംശസ്ഥാപകരായിട്ട് ഇന്നും ഇറ്റലിയിലെ ജനങ്ങൾ ആരാധിക്കുന്നുണ്ട്. റോമുലസ്, റീമസ് എന്ന് 2 പേരാണ്. സ്ഥാപകർ ആര്യന്മാരാണ്. ആര്യന്മാരായ 2 പേർ ആരൊക്കെ? റോമുലസും റീമസ്. റോമുലസ്, റീമസ് എന്നീ 2 പേര് ചേർന്നാണ് റോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത്, റോമൻ അധികാരം സ്ഥാപിച്ചതെന്നാണ് കണക്കാക്കുക. അതില് ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് അഗസ്റ്റസ് സീസറും ജൂലിയസ് സീസറും ജസ്റ്റീനിയനും ഒക്കെ അല്ലെ? നമ്മൾ പഠിച്ചതാ. ഓക്കെ, മറക്കില്ലല്ലോ. ഇനി ഈ റോമൻ സാമ്രാജ്യത്തില് കുറെ ദേവന്മാരൊക്കെ ഉണ്ട്. റോമൻ സാമ്രാജ്യത്തിലെ ബഹുദൈവ വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. വീടിന്റെ കാവൽ ദേവതയാണ് വെസ്ത എന്ന പേരിൽ അറിയപ്പെടുക.
ഈ റോമൻ സാമ്രാജ്യത്തിലെയും ഗ്രീക്ക് സാമ്രാജ്യത്തിലെയും ദൈവങ്ങളുടെ പേരായിരുന്നു ആദ്യകാലത്ത് എന്ത് ചെയ്തിരുന്നേ ബഹിരാകാശ ഗവേഷണം നടത്തുമ്പോൾ ബഹിരാകാശത്തെ ഗോളങ്ങൾക്ക് നൽകിയിരുന്നത് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾക്ക് നൽകിയിരുന്നത് ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൽപ്പെട്ട പേരുകളാണ് കേട്ടോ. അപ്പോ ഗ്രീക്ക് സംസ്കാരം ബഹുദൈവ വിശ്വാസമാണ്. അവിടുത്തെ യുദ്ധദേവനായി കണക്കാക്കുന്നത് മാഴ്സ്. നമുക്കേറെ പരിചിതമാണ് അല്ലെ? യുദ്ധദേവൻ. റോമൻ സാമ്രാജ്യത്തിലെ യുദ്ധദേവൻ എന്ന് പറയുന്നത് മാഴ്സ് ആണ്. പിന്നെ മഴദേവനുണ്ട്. മഴദേവൻ എന്ന് പറയുന്നത് ജുപ്പിറ്റർ ആണ്. മഴദേവൻ എന്ന് പറയുന്നത് ജുപ്പിറ്റർ ആണ്. കേട്ടോ. ഉയർന്ന ക്ലാസ്സിൽ നമ്മൾ പോകുമ്പോൾ പറയേണ്ടതാണ്. എങ്കിലും ആ 2 പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. കേട്ടോ. അപ്പൊ മഴദേവൻ എന്ന് പറയുന്ന ആരാണ്? ജുപ്പിറ്ററും യുദ്ധദേവൻ എന്ന് പറയുന്നത് മാഴ്സുമാണ്. ഓക്കെ അല്ലേ? യെസ്. ഇത്രയും ക്ലിയർ ആണെന്ന് കരുതട്ടെ. അപ്പൊ റോമൻ സാമ്രാജ്യം നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. മറക്കരുത്, ഇന്നേ ദിവസം നമ്മൾ റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഇരുമ്പുയുഗ സംസ്കാരമായ വേദ സംസ്കാരം പഠിക്കും. വേദ സംസ്കാരത്തിലെ പ്രധാന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ രൂപം കൊണ്ട 2 ചിന്താധാരകൾ ബുദ്ധമതവും ജൈനമതവും പഠിക്കും. അതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കും. കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം.